Hello everyone, you are listening to The Stories by RV The Storyteller. ഇത് ഈ ചാനലിലെ ആദ്യത്തെ മലയാളം വീഡിയോ. ഇന്ന് അസാമിൽ നിന്ന് ഒരു കഥ കേൾക്കാം. നിങ്ങളിൽ ആരെങ്കിലും ജുബിൻ ഗാർഗ് എന്ന പേര് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ജുബിൻ ഗാർഗിനെ കുറിച്ച് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ? അതിഥി തൊഴിലാളികളെ ഒത്തിരി സ്നേഹപൂർവ്വം ബംഗാളികൾ എന്ന് വിളിക്കുന്ന നമ്മൾ, അവർ സത്യത്തിൽ വെസ്റ്റ് ബംഗാളിൽ നിന്നാണോ, അസാമിൽ നിന്നാണോ, അരുണാചലിൽ നിന്നാണോ, മിസോറാമിൽ നിന്നാണോ, അതോ ഇന്ത്യക്ക് പുറത്ത് ബംഗ്ലാദേശിൽ നിന്നാണോ എന്ന് പോലും നമ്മൾ അന്വേഷിക്കാറില്ല. അങ്ങനെയുള്ള നമ്മളോട് ജുബിൻ ഗാർഗ് ആര് എന്ന് ചോദിച്ചാൽ എന്തുത്തരം കിട്ടാൻ അല്ലേ? അസാമിൽ ജോർഹാട്ട് എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ജനിച്ചു വളർന്ന ജുബിൻ ഗാർഗ് എന്ന് വിളിപ്പേരുള്ള ഈ അസാമിലെ ആളുകൾ വളരെ സ്നേഹപൂർവ്വം ജുബിന്ദ എന്ന് വിളിക്കുന്ന ജുബിൻ ബോർട്ടാക്കൂർ അസാം ചരിത്രത്തിൽ 40-ലധികം ഭാഷകളിൽ 38,000-ലധികം ഗാനങ്ങൾ ആലപിച്ച ഒരു ഗായകൻ, ഒരു സിനിമ സംവിധായകൻ, അതോടൊപ്പം തന്നെ ഒരു അഭിനേതാവ് ആയിരുന്നു അദ്ദേഹം. എല്ലാ വർഷവും സിംഗപ്പൂരിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ നടത്തപ്പെടാറുണ്ട്. ഈ വർഷവും നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പ്രോഗ്രാം അവതരിപ്പിക്കാനുമായിട്ട് ജുബിൻ ഗാർഗ് സിംഗപ്പൂരിലേക്ക് പോയി. അവിടെ ഉല്ലാസത്തിനിടെ സ്കൂബ ഡൈവിങ്ങിൽ ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം മരണപ്പെട്ടു. ഇതാണ് ജുബിൻ ഗാർഗ് എന്ന ഗായകൻ്റെ ഒരു ഷോർട്ട് ഹിസ്റ്ററി. ഒന്നുള്ളിലേക്ക് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ലതാ മങ്കേഷ്കർ, KJ യേശുദാസ്, SP ബാലസുബ്രഹ്മണ്യം, ദ ഗ്രേറ്റ് ലെജൻഡ്സ്, അവരെല്ലാവരും 40,000 50,000 ഗാനങ്ങൾ ആലപിച്ച സിംഗേഴ്സാണ്. അവരോടൊപ്പം തന്നെ 40-ൽ അധികം ഭാഷകളിൽ 38,000 ഗാനങ്ങൾ ആലപിച്ച ദ വൺ ആൻഡ് ഓൺലി ജുബിൻ ഗാർഗ്. പണത്തിൻ്റെ അഹങ്കാരം കാണിക്കാതെ സാധാരണക്കാരായ മനുഷ്യൻ്റെ ഇടയിലേക്ക് ചെന്നിരിക്കാൻ ഗട്സ് കാണിച്ച, ആരെയും ഭയക്കാതെ നട്ടെല്ല് നിവർത്തി നേർക്ക് നേർ നിന്ന് സംസാരിക്കാൻ കെൽപ്പുള്ള ടിപ്പിക്കൽ അസാമീസ് ഹാർട്ട് ത്രോപ്പ് എന്ന് തന്നെ ജുബിൻ ഗാർഗിനെ കുറിച്ച് പറയാം. നമ്മളെല്ലാവരും കേൾക്കുന്നതും കേൾക്കാനിരിക്കുന്നതുമായ ഒരു ചോദ്യമാണ് ജീവിതത്തിൽ എന്ത് സമ്പാദിച്ചു എന്നുള്ളത്. അതിനുള്ള ഒരു ഉത്തരം വരുന്നുണ്ട് ഈ വീഡിയോൻ്റെ തൊട്ടുപിറകെ. അദ്ദേഹം തൻ്റെ ലൈഫ് ടൈമിൽ എന്ത് സമ്പാദിച്ചു എന്ന് നമുക്കിപ്പോൾ കാണാം. പണക്കാരായ ആൾക്കാർ മരിക്കുമ്പോൾ കോൺട്രവേഴ്സീസ് സ്വാഭാവികമാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പിറകിലും ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ട്. അതിലൊക്കെ എത്രമാത്രം വെള്ളവും എത്രമാത്രം സ്പിരിറ്റും എത്രമാത്രം മണ്ണും നമുക്കറിയില്ല. പക്ഷേ ദിസ് ഫെല്ലോ വാസ് എ റിയൽ ഹാർട്ട് ത്രോബ് ഓഫ് അസാം. ആരെയും പേടിക്കാത്തൊരുത്തൻ. ഗാനങ്ങൾ ആലപിക്കുമ്പോൾ സ്റ്റേജിൻ്റെ പിറകിൽ പോയിട്ട് 2 എണ്ണം ഈ കണ്ട ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അടിക്കണമെങ്കിൽ അത്രയ്ക്ക് ഗട്ട്സ് വേണം. അതുള്ള ഒരേ ഒരു അസാമിയേ ഉള്ളൂ, ദാറ്റ് ഈസ് ജുബിൻ ഗാർഗ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം അഗ്നിയോടുകൂടി ചേരുന്ന ദിവസം, ദ ബെസ്റ്റ് ടൈം ടു റോൾ ഔട്ട് ദിസ് വീഡിയോ ഇൻ ട്രിബ്യൂട്ട് ഓഫ് ദ ഗ്രേറ്റ് ജുബിൻ ബോർട്ടാക്കൂർ. അഹമോർ മൊറമോർ ജുബിന്ദ for you all. Bye bye. আকাশে গাতে লোবরে মন সাগর তলিত খুব
চিলা উৰুৱাই জীৱনে আকাশে গাতে ৰবৰে মন সাগৰ তলিত শুবৰে মন মনৰ চিলা উৰুৱাই জীৱনে সোণালী হৈ থাক তোমাৰে মোৰে সময় বুকুৱে বুকুৱে ৰৈ যায় যেন মধুময়